എംപിമാരുടെ ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിലെ യുഡിഎഫ് എംപിമാരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഏറെ പിന്നിൽ. ഉപയോഗിക്കാവുന്ന 5 കോടി രൂപയിൽ എം.കെ. രാഘവൻ, ഇ.ടി. മുഹമ്മദ് ബഷീർ എന്നിവർ 1 രൂപ പോലും കേരളത്തിലെ വികസനത്തിന് ചിലവഴിച്ചിട്ടില്ല. ഷാഫി പറമ്പിൽ ആകെ ചിലവാക്കിയത് 4%, സുരേഷ് ഗോപി 6%. അതേസമയം എംപിമാരുടെ ഫണ്ട് വിനിയോഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സിപിഎം രാജ്യസഭാ നേതാവ് ജോൺ ബ്രിട്ടാസ് എം.പിയും. മണ്ഡലത്തിലെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കായി പ്രതിവർഷം 5 കോടി രൂപയാണ് അനുവദിക്കുന്നത്. യുഡിഎഫ് എംപിമാരും തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും മണ്ഡല വികസനത്തിന് ഫണ്ട് ചെലവഴിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. എംപി ഫണ്ട് ചെലവഴിക്കലിൽ ലോക്സഭാ എംപിമാരുടെ ദേശീയ ശരാശരി 28.1% കേരളത്തിലെ എംപിമാരുടെ ശരാശരി ആകെ 11.4% മാത്രം. കേരളത്തിലെ ലോക്സഭാ എംപിമാരിൽ എം.കെ. രാഘവൻ, ഇ.ടി. മുഹമ്മദ് ബഷീർ എന്നിവർ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അബ്ദുസമദ് സമദാനി 0.33% ചെലവഴിച്ചപ്പോൾ കെ. ഫ്രാൻസിസ് ജോർജ്, ഷാഫി പറമ്പിൽ എന്നിവർ 4% മാത്രമാണ് ചെലവഴിച്ചത്. ശശി തരൂർ 13.28%, പ്രിയങ്ക ഗാന്ധി വദ്ര 13.37%, അടൂർ പ്രകാശ് 14.25%, രാജ്മോഹൻ ഉണ്ണിത്താൻ 14.32% എന്നിങ്ങനെയാണ് ചെലവാക്കിയിട്ടുള്ളത്. മണ്ഡല വികസനത്തിന് ഫണ്ട് ഉപയോഗിക്കാത്തതിൽ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും ഒട്ടും പിന്നിലല്ല. ഉപയോഗിക്കാൻ കഴിയുന്ന 5 കോടിയുടെ കേവലം 5.97% മാത്രമാണ് സുരേഷ് ഗോപി ചെലവഴിച്ചിട്ടുള്ളത്. രാജ്യസഭാ എംപിമാരിൽ മികച്ച ഫണ്ട് വിനിയോഗം ജോൺ ബ്രിട്ടാസിനാണ്. 26.32% ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിട്ടുള്ളത്. ഇടതെംപിമാർ അവരുടെ ഫണ്ട് മികച്ച രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് യുഡിഎഫ് എംപിമാർ മണ്ഡല വികസനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.